അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ള സെഷൻ ഫങ്ഷൻ എന്ന് പറയുന്ന സെഷനാണ്. സത്യം പറഞ്ഞാൽ ഫങ്ഷൻസിൽ നമുക്ക് ഇപ്രാവശ്യം പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫങ്ഷനാണ്. അത് മാത്രമേ ചോദിക്കുകയുള്ളൂ. 2 ടൈപ്പ് ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് മാത്രമേ ചോദിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് എന്താണ് ഈ സാധനം എന്നൊന്നും അറിയണമല്ലോ. അത് എന്താണ് ഫങ്ഷൻ എന്നൊന്നും ചോദ്യം ഉണ്ടാവില്ല. പക്ഷെ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് ആദ്യം ആ സാധനം എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഇത് പെട്ടെന്ന് പറഞ്ഞേക്കാം, ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞു എ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുക്കുവാണ് ഞാൻ 1, 2, 3. ബി എന്ന് പറഞ്ഞ വേറൊരു സെറ്റ് എടുക്കുവാണ് ഞാൻ 6, 7, 8, 9. ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുവാണ്. റിലേഷനാണ്, ഫങ്ഷൻ അല്ല കേട്ടോ. ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുവാണ് എയിൽ നിന്ന് ബിയിലേക്ക്. ആ റിലേഷൻ ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. R = സെറ്റ് 1, 6, 2, 7, 3, 8. ഇത് റിലേഷനാണ്. ഇനി അപ്പം ഞാൻ ചോദിക്കുവാണ്, എന്താണ് ഫങ്ഷൻ? അപ്പോൾ പറ, എന്താണ് ഫങ്ഷൻ? നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ വെറുതെ. എന്താണ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ? വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളാണോ? അല്ല. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ തന്നെയാണ് ഫങ്ഷൻ. ആ റിലേഷനിൽ ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ, ആ റിലേഷന് പ്രത്യേക ചില ഗുണങ്ങളുണ്ടെങ്കിൽ ആ റിലേഷനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഫങ്ഷൻ എന്ന് വിളിക്കും. കേട്ടല്ലോ. അപ്പോൾ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു റിലേഷൻ തന്നെയാണ്. ആ റിലേഷന് ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഫങ്ഷൻ എന്ന് വിളിക്കും. ഇനി ആ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഇത് റിലേഷനാണ്. ഇനി ഇത് ഫങ്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഏതാണെന്ന് നോക്കണം. എയിൽ നിന്ന് ബിയിലേക്കല്ലേ? നമുക്ക് ഈ ഫസ്റ്റ് സെറ്റ് മതി, എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ എ നോക്കുക. എയിൽ നമുക്ക് 1, 2, 3 ഈ 3 എലമെന്റുകളാണ് ഉള്ളത്. ഈ 3നും അപ്പുറത്ത് റിലേഷൻ ഉണ്ടെങ്കിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാവാനും പാടുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഫങ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആരോ ഡയഗ്രാം വെച്ച് പറഞ്ഞു കാണിച്ചു തരാം. ആരോ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലേക്കാണ് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ എന്ന് പറയുന്ന സെറ്റിലെ 3 എലമെന്റുകൾ, ബിയിൽ 6, 7, 8, 9. ഇത് നമ്മുടെ റിലേഷൻ എങ്ങനെയാണ്? 1, 6. 1ഉം 6ഉം തമ്മിലാണ് റിലേഷൻ. 2ഉം 7ഉം തമ്മിലാണ് റിലേഷൻ. 3ഉം 8ഉം തമ്മിലാണ് റിലേഷൻ. കേട്ടല്ലോ. ഇനി ഫങ്ഷൻ ആണോ നോക്കാൻ നിങ്ങൾ ഫസ്റ്റ് സെറ്റ് മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റുകൾക്കും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. അതൊന്നാമത്തെ കാര്യം. ഇനി ഉള്ളത് ഒരെണ്ണം മാത്രമേ ഉണ്ടാകാവുള്ളൂ. ഈ 1ൽ നിന്ന് 1 വരെ കൂടി പോകരുത്. ഇത്രേ ഉള്ളൂ. 1ന് 2 ഇമേജ് ഉണ്ടാകരുത്, അല്ലെങ്കിൽ 1ന് 2 റിലേഷൻ ഉണ്ടാകരുത്. അങ്ങനെ വന്നാൽ അതെന്താണ്? ഫങ്ഷനാണ്. കേട്ടല്ലോ. അപ്പോൾ ഇത് ഫങ്ഷൻ അല്ലേ? ഇത് ഫങ്ഷനാണ്. ഇനി ഞാൻ വേറെ ഇതിൻ്റെ അകത്ത് തന്നെ വേറൊരു റിലേഷൻ എഴുതുവാണ്. ശ്രദ്ധിച്ചേ. 1, 6, 2, 7, 2, 8, 3, 9. ഇതൊരു റിലേഷനാണ്. ഇത് ഫങ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആരോ ഡയഗ്രാം വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. ആദ്യത്തെ സെറ്റിൽ 1, 2, 3, രണ്ടാമത്തെ സെറ്റിൽ 6, 7, 8, 9. 1ൽ നിന്ന് 6ലേക്ക്, 2ൽ നിന്ന് 7ലേക്ക്, 2ൽ നിന്ന് തന്നെ 8ലേക്ക്, 3ൽ നിന്ന് 9ലേക്ക്. ഇത് ഫങ്ഷൻ ആണോ? ഫങ്ഷൻ ആണോ നോക്കാൻ ഞാൻ പറഞ്ഞു എല്ലാത്തിനും റിലേഷൻ വേണം. റിലേഷൻ ഉണ്ട്. പക്ഷേ ഒരെണ്ണത്തിന് പോലും 1ൽ കൂടുതൽ ഉണ്ടാകരുത്. ഇവിടെ 2ന് ശ്രദ്ധിച്ച്, 2ന് 1ൽ കൂടുതൽ റിലേഷൻ ഇല്ലേ? അങ്ങനെ വരരുത്. എല്ലാവർക്കും ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? എല്ലാവർക്കും ഒരെണ്ണം മാത്രമേ ഉണ്ടാകാവുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫങ്ഷൻ അല്ലേ? ഈ റിലേഷൻ ഫങ്ഷൻ അല്ലേ? ഫങ്ഷനാണ്. ഈ റിലേഷൻ ഫങ്ഷൻ ആണോ? ഫങ്ഷൻ അല്ല. കേട്ടല്ലോ. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഫങ്ഷൻ എന്താന്ന് ഇപ്രാവശ്യം ചോദിക്കത്തില്ല നിങ്ങളോട്. ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞെന്ന് മാത്രം. ഈ ഫങ്ഷനിൽ കുറേ ടൈപ്പുകളുണ്ട്. അതാണ് നമ്മളോട് ചോദിക്കുകയുള്ളൂ. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ഇപ്രാവശ്യം നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫങ്ഷൻ ആണ്. ഫങ്ഷൻ്റെ അകത്തുനിന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഇപ്രാവശ്യം ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. മൊത്തം എത്ര ടൈപ്പ് ഫങ്ഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട്.
1 2. അതിൻ്റെ അകത്ത് ഒന്നാമത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ടൈപ്പിന്റെ പേര് 1 1. എന്താണ്? 1 1. 1 1 ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ റിലേഷൻ പഠിച്ചില്ലേ, റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ഫംഗ്ഷനിൽ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തേതാണ് 1 1. എന്താണ് 1 1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെയും ഒരാൾ അവിടെയും ഒരാൾ, അതാണ് അതിന്റെ അർത്ഥം. ഇവിടെ ശ്രദ്ധിച്ചു, നമ്മൾ 1 1ഉം ഇനി പഠിക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആദ്യത്തെ സെറ്റ് നോക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ സെറ്റ് നിങ്ങൾ ഒരെണ്ണത്തിന്റെയും നോക്കണ്ട, രണ്ടാമത്തെ സെറ്റ് നോക്കി പറഞ്ഞാൽ മതി. ഇവിടെ ഞാൻ 5 ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5. ഈ 5 ഫംഗ്ഷൻസും 1 6 2 7 3 8 ആണ് ഫംഗ്ഷൻ നമ്മുടെ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആരോ ഡയഗ്രത്തിൽ വരച്ചിരിക്കുകയാണ്. 1 6, അപ്പോൾ 1 6 റിലേറ്റഡ്, 2 7 റിലേറ്റഡ്, 3 8 റിലേറ്റഡ്. അങ്ങനെ എല്ലാം ആരോ ഡയഗ്രാം വരച്ചിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. അപ്പൊ ശ്രദ്ധിച്ചോളണം, 1 1 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് ഈ രണ്ടാമത്തെ സെറ്റ് മാത്രം. കേട്ടല്ലോ, രണ്ടാമത്തെ സെറ്റ് മാത്രം. രണ്ടാമത്തെ സെറ്റിലെ എലമെന്റുകൾക്ക് ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂവെങ്കിൽ, ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ പറയുന്ന പേരാണ് 1 1. ഇവിടെ നോക്കിയേ, ഈ രണ്ടാമത്തെ സെറ്റിൽ എല്ലാവർക്കും ഒരു വര മാത്രമേ ഉള്ളൂ. 6-ന് ഒരാളേ ഉള്ളൂ, 7-ന് ഒരാളേ ഉള്ളൂ, 8-ന് ഒരാളേ ഉള്ളൂ. അപ്പോ ഇതിനെ പറയുന്ന പേരാണ് 1 1. കേട്ടല്ലോ. ദേ ഇവിടെയും നോക്ക്, രണ്ടാമത്തെ സെറ്റ് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. 4-ന് ഒരാളേ ഉള്ളൂ, 5-ന് ഇതേ ഒരാളേ ഉള്ളൂ, 6-ന് ഇതേ ഒരാളേ ഉള്ളൂ. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്ത്? 1 1. കേട്ടല്ലോ. ഇനി ഇവിടെ നോക്കിയേ, 5-ന് ഒരാളാണ് ഉള്ളത്, അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ 1 1 എന്ന് പറയുള്ളൂ. ഇത് കുറെ ആൾക്കാരുണ്ട്. അപ്പോ ഇത് 1 1 അല്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? നോട്ട് 1 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1 1 അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? മെനി 1. എന്താണ്? 1 1 അല്ല, 1 1 അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? മെനി 1. അതായത് 5-ന് മെനി ആൾക്കാരുമായിട്ട് റിലേഷൻ, കുറെ പേരുമായിട്ട് റിലേഷൻ. ഇവിടെ നോക്ക്, 6-നില്ല, 7-നില്ല, അതൊന്നും നിങ്ങൾ നോക്കണ്ട. 8-ന് ഒരാളേ ഉള്ളൂ, അല്ലത് 8-ന് കുറെ പേരുണ്ട്. അപ്പൊ അത് 1 1 ആണോ? 1 1 അല്ല, കുറെ പേരുമായിട്ട് റിലേഷൻ വന്നു. അപ്പൊ അത് എന്താണ്? 1 1 അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരെന്താണ്? മെനി 1. ഇവിടെ നോക്ക്, 4-ന് ഒരാളേ ഉള്ളൂ, 5-ന് ഒരാളാണ് ഉള്ളത്, അല്ല 2 പേരുണ്ട്. അപ്പൊ അത് 1 1 ആണോ? അല്ല, മെനി 1. കേട്ടല്ലോ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച ടൈപ്പിന്റെ പേരെന്താണ്? 1 1. 1 1 അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? മെനി 1. കേട്ടല്ലോ. ഒന്നുകൂടി പറയാം, ഇവിടെ രണ്ടാമത്തെ സെറ്റ് മാത്രം നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ സെറ്റിൽ ഒരു റിലേഷൻ മാത്രമേ വരുന്നുള്ളെങ്കിൽ 1 1. ശ്രദ്ധിച്ചു, 6-ന് ഒരെണ്ണം, 7-ന് ഒരെണ്ണം, 8-ന് ഒരെണ്ണം, അപ്പോൾ 1 1. 4-ന് ഒരെണ്ണം, 5-ന് ഒരെണ്ണം, 6-ന് ഒരെണ്ണം, അപ്പോൾ 1 1. ഇവിടെ 5-ന് 2 എണ്ണം, അപ്പോൾ 1 1 ആണോ? അല്ല, മെനി 1. കേട്ടല്ലോ. ഇവിടെ 8-ന് കുറെ, ഇപ്പൊ മെനി 1. ഇവിടെ 4-ന് ഒരെണ്ണം, 5-ന് 2 എണ്ണം, ഇപ്പൊ മെനി 1. കേട്ടല്ലോ. ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മളോട് ഇത് ചോദിക്കാതെ ഇത് മാത്രം വെച്ചുകൊണ്ട് എങ്ങനെ പറയാം? ഇത് മാത്രം വെച്ചുകൊണ്ട് പറയേണ്ടത് നിങ്ങൾ രണ്ടാമത്തെ എലമെന്റുകൾ മാത്രം നോക്കുക. രണ്ടാമത്തെ എലമെന്റുകൾ എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെനി 1, ചെയ്യുന്നില്ല എങ്കിൽ 1 1. 6 7 8 റിപ്പീറ്റ് ഒന്നുമില്ല, 1 1 ആണ്. 4 6 5 റിപ്പീറ്റ് ഒന്നുമില്ല, 1 1 ആണ്. 5 5 ഇത് റിപ്പീറ്റ് ചെയ്തു, അപ്പൊ അത് ഉറപ്പായിട്ടും മെനി 1 ആയിരിക്കും. 8 8 8 8 റിപ്പീറ്റ് ചെയ്തു, മെനി 1 ആയിരിക്കും. 4 5 ഇത് വീണ്ടും 5, അപ്പൊ അത് മെനി 1 ആയിരിക്കും. ഇത് നോക്കി പഠിക്കാൻ കൂടി പറയാൻ കൂടി പഠിക്കണം. കേട്ടല്ലോ. അപ്പൊ 1 1 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിൽ ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ പറയുന്ന പേരാണ് 1 1. 1 1 മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. കേട്ടല്ലോ. ഇത് രണ്ടാമത്തെ ടൈപ്പ് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, വളരെ എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്. എന്ന് നോക്കും, രണ്ടാമത്തെ ടൈപ്പിന്റെ പേര് ഓൺ ടു. എന്താണ്? ഓൺ ടു. ഓൺ ടു. ഓൺ ടു എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ സെറ്റ് നോക്കുക, അതിന്റെ രണ്ടാമത്തെ സെറ്റ്, എല്ലാം രണ്ടാമത്തെ സെറ്റ്. ഫസ്റ്റ് നിങ്ങൾ തൊടണ്ട. രണ്ടാമത്തെ സെറ്റിൽ 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്.
ഇതിലെല്ലാവർക്കും റിലേഷൻ വന്നാൽ ഓൺ ടു. അപ്പൊ ഇവിടെ എല്ലാവർക്കും റിലേഷൻ വന്ന അപ്പൊ ഇത് ഓൺ ടു ആണ് അല്ല. പക്ഷേ ഇത് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോകാം. ഇവിടെ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, എല്ലാവർക്കും റിലേഷൻ വന്നില്ലേ? കൂടുതൽ വന്നാലും പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും റിലേഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. എല്ലാവർക്കും റിലേഷൻ വന്നിട്ടുണ്ട്. എല്ലാവർക്കും റിലേഷൻ വന്നാൽ ഓൺ ടു. അപ്പൊ ഇത് ഓൺ ടു അല്ലേ? ഇവിടെ പക്ഷെ എല്ലാവർക്കും റിലേഷൻ വന്നോ? ഇല്ല. അതെ 9 ഇവിടെ വെറുതെ നിൽക്കുകയല്ലേ. അപ്പൊ ഇത് ഓൺ ടു ആണോ? ഇത് ഓൺ ടു അല്ല. ഓൺ ടു അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നോട്ട് ഓൺ ടു എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? നമ്മൾ എന്ത് പേര് പറയും? ഇൻ ടു എന്ന് പറയും. അപ്പോൾ ഓൺ ടു അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരെന്താണ്? ഇൻ ടു. 1 അല്ലെങ്കിൽ മെനി വൺ എന്ന് പറയുന്ന പോലെ ഓൺ ടു അല്ലെങ്കിൽ ഇൻ ടു. ഓൺ ടു നോക്കേണ്ടത് എന്താണ്? രണ്ടാമത്തെ സെറ്റിൽ എല്ലാവർക്കും വന്നിട്ടുണ്ടോ നോക്കുക. എല്ലാവർക്കും വന്നിട്ടുണ്ടെങ്കിൽ ഓൺ ടു, ആരെങ്കിലും വെറുതെ നിൽക്കണ്ടെങ്കിൽ ഇൻ ടു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരാൾ വെറുതെ നിൽപ്പുണ്ട്, ഇൻ ടു. എല്ലാവർക്കും വന്നിട്ടുണ്ട്, ഓൺ ടു. ഇവിടെ എല്ലാവർക്കും വന്നിട്ടുണ്ടോ? ഇല്ല. 2 പേര് വെറുതെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഉറപ്പായിട്ടും ഇൻ ടു. ഇവിടെ എല്ലാവർക്കും വന്നിട്ടുണ്ടോ? ഇല്ല. 2 പേര് വെറുതെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? ഇൻ ടു. ഇവിടെ എല്ലാവർക്കും വന്നിട്ടുണ്ടോ? എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ വരുന്നതൊന്നും നമുക്ക് അവിടെ പ്രശ്നമല്ല. എല്ലാവർക്കും വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. എല്ലാവർക്കും വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓൺ ടു. മനസ്സിലായോ? അപ്പൊ 2 ടൈപ്പ് ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 ഓൺ ടു. 1 അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് മെനി വൺ. ഓൺ ടു അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് ഇൻ ടു. അപ്പോൾ എന്താണ് 1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ സെറ്റിലുള്ള എലമെന്റുകൾക്ക് ഒരു റിലേഷൻ മാത്രം വെച്ചുള്ളെങ്കിൽ അത് 1, കൂടുതലുണ്ടെങ്കിൽ മെനി വൺ. കേട്ടല്ലോ? ഇനി രണ്ടാമത്തെ എല്ലാവർക്കും റിലേഷൻ ഉണ്ടെങ്കിൽ ഓൺ ടു, ആർക്കെങ്കിലും വെറുതെ നിൽക്കുകയാണെങ്കിൽ ഇൻ ടു. മനസ്സിലായോ? അപ്പോൾ ഓൺ ടു അല്ല 1 ഓൺ ടു 2 ഫങ്ഷൻസ് ആണ്.